ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞാപ്പി ഇന്ന് ആദ്യമായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. ഇത് രാവിലെ തന്നെ ഞാനത് കുടിക്ക് കഴിഞ്ഞ് എല്ലാം ഫ്രഷ് ആയതിനു ശേഷം കൊണ്ടുപോകാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്കാക്കി. അതിനുശേഷം അപ്പോഴേക്കും കുഞ്ഞാപ്പി ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റു കേട്ടോ. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയിട്ടോ. കാരണം ഓരോരോ ബുദ്ധിമുട്ടും തിരക്കും കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ കുഞ്ഞാപ്പിക്ക് ഒരു വയസ്സായിട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾക്ക് പുട്ടും ചെറുപയറായിരുന്നു കേട്ടോ കഴിക്കാനേ. അപ്പോൾ അമ്മ പെട്ടെന്ന് കുഞ്ഞാപ്പിനെ കുളിപ്പിക്കലും അങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് തോനെ നേരമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡായിട്ടാണ് കേട്ടോ അമ്മ പുട്ടും ചെറുപയറും ഉണ്ടാക്കിയത്. ഇതേ അപ്പോഴേക്കും കുഞ്ഞാപ്പി ഉറങ്ങി. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഏട്ടനും ഏട്ടൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ പോകുമ്പോഴും കുഞ്ഞാപ്പി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പി ഒന്നും അറിയുന്നില്ല, ഞങ്ങൾ വണ്ടി കയറുകയും ഇരുന്നതൊന്നും കുഞ്ഞാപ്പി അറിയുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ കുഞ്ഞാപ്പിയുടെ അച്ഛൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഞങ്ങളെ റൂം ഡെക്കറേഷനാണ്. അത് നീള എന്നാണ് കുഞ്ഞാപ്പിയുടെ പേര്. അപ്പോൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ബലൂണൊക്കെ വീർപ്പിച്ച് നല്ലൊരു അടിപൊളിയായിരുന്നു. റൂമിൽ വന്ന് കയറിയപ്പോഴാണ് കുഞ്ഞാപ്പി ആകെ അന്ത് വിട്ട് നോക്കുക. ഇതല്ലല്ലോ എൻ്റെ റൂം മാറി, ഇത്ര പെട്ടെന്ന് റൂം മാറി എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അവളാകെ എന്താ പറയുക, ആകണ്ടല്ലോ നമ്മളൊരു അയ്യോ എന്താ പറയുക എന്നുള്ളൊരു ഭാവത്തിലുള്ളൊരു നോട്ടിരുന്നു. പിന്നെ അമ്മ അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ വരുന്ന സന്തോഷത്തിൽ അച്ഛമ്മേൻ്റെ അനിയത്തിയാണത്. അവിടേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞാപ്പിനെ കയ്യിൽ കിട്ടിയപ്പോൾ കുഞ്ഞാപ്പിക്ക് ആവശ്യമായ എല്ലാ സാധനവും ഇവിടെ അമ്മയായിട്ടിനൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.